തരുൺ വേദയുടെ അടുത്തും അമ്മയുടെ അടുത്തും ഗൗരിയുടെ അടുത്തും പറയുന്നുണ്ട്, മോളെ ഇവിടുത്തെ സ്കൂളിൽ തന്നെ ചേർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ശരിയായില്ല. ഗുണ്ടകളുടെ പല പ്രശ്നങ്ങളും ആക്രമണങ്ങളും മോൾക്കും നേരെ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ തന്നെ ചേർത്താം, ഒരാളെ നോക്കാൻ ഏർപ്പാടാക്കാം, ഒരു ബോഡി ഗാർഡിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരുടെയെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടെ തരുൺ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. തരുൺ പറയണ്ടേ, എനിക്ക് മോളുടെ സംരക്ഷണം മാത്രമാണ് വലുത്, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, അതുകൊണ്ട് ആരുടെ അടുത്തും ആലോചിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗൗരിമോള് അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അങ്ങോട്ട് തന്നെ വരും, ഞാനിവിടെ നിൽക്കില്ല, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് മോളെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കണ്ടതും സേതുലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെ മോളുടെ കാര്യത്തിൽ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും രണ്ടാളും കൂടെ ഒരുമിച്ച് ആലോചിച്ചിട്ട് വേണം എടുക്കാൻ, എന്നിട്ട് അത് മോളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്, അല്ലാതെ മോളുടെ അടുത്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ വഴക്കൂടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാ തീരുമാനം എടുത്ത ശേഷമാണ് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, അതാണോ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേദിയും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് എണീറ്റ് പോകുന്നുണ്ട്. തരുൺ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് വേദയുടെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം, മോളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ഒരുപാട് അവളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സേതുലക്ഷ്മി പറയുന്നുണ്ട്, അത് ചോദിക്കണം, ഒരു കാലത്ത് നമ്മുടെ മോളെ നോക്കാൻ വേണ്ടി വന്നതാണെങ്കിലും മോൾക്ക് അമ്മ ഇപ്പോൾ വേദയാണ്, അതുകൊണ്ട് നമ്മൾ അവളുടെ അഭിപ്രായം കൂടി ചോദിക്കണം, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, വേറെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ തരുൺ വേദയുടെ അടുത്ത് പോയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് പറയണ, മോളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വേദ, അങ്ങനെ വേറെ ആരും ചെയ്യില്ല, പക്ഷെ വേദ ചെയ്തു, അതിന് ഞങ്ങൾ തിരിച്ചും സ്നേഹം തന്നിട്ടുണ്ട്. ഗൗരിമോള് അമ്മയെന്ന് വേദയെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിളിക്കണ്ട എന്ന് പോലും പറഞ്ഞിട്ടില്ല. വേദ ചോദിക്കുന്നുണ്ട് തരുണിൻ്റെ അടുത്ത്, ഞാൻ പുറത്തു കൊണ്ട് പോയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഒരു ബോഡി ഗാർഡിനെ ഏർപ്പാടാക്കിയത്, ബോഡി ഗാർഡിൻ്റെ കൂടെ വിടുന്നതിനേക്കാൾ വിശ്വാസക്കുറവാണോ എൻ്റെ കൂടെ വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം മോൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബോഡി ഗാർഡെ ഏർപ്പാടാക്കിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി മോളുടെ കാര്യത്തിൽ അധിക സ്വാതന്ത്ര്യം വേദ എടുക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരുണും പറയുന്നുണ്ട്. വിക്രം തനിച്ചിരിക്കുന്നത് കണ്ടിട്ട് ആമി പോയി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട്. വേദയുടെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ വിക്രത്തിൻ്റെ അടുത്ത് ആമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്, പിരിയേണ്ട ഒരു സാഹചര്യം വന്നുപോയി, ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തരുൺ വേദയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മൾ വേദ പോയിട്ട് മോളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇവിടെ നിൽക്കാൻ നമ്മൾ കൂട്ടിയിട്ട് പോയാൽ ശരിയാവില്ല, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എനിക്കിപ്പോൾ അതൊന്നും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, രാധിക മരിച്ചതോടുകൂടി എൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി, ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് മോളുണ്ടായതിനു ശേഷം എനിക്ക് അങ്ങനെ ആകാൻ കഴിയില്ല, ഞാൻ നല്ലൊരു മനുഷ്യനായിരിക്കണം, അതുകൊണ്ട് വേദ മോളെ പറഞ്ഞ് മനസ്സിലാക്കാം, നമുക്ക് രണ്ടാളും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ഗൗരിമോളെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗൗരിമോളാണെന്ന് പറയുന്നുണ്ട്, ഇവിടെ നിൽക്കണ്ട, എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നാൽ മതി, എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാനല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും മോള് ഇവിടെ നിറയെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി വെക്കണം, ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നാൽ പിന്നെയും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ മോളുടെ സ്കൂളിൽ പോവുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം, അച്ഛമ്മ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വരുന്ന അങ്കിൾ നല്ല അങ്കിളായിരിക്കും, മോളെ നന്നായി നോക്കും, ആ അങ്കിളുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഒരാഴ്ച അമ്മ സ്കൂളിൽ കൊണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബോഡി ഗാർഡിൻ്റെ അടുത്ത് നാളെ വരണ്ടെന്ന് പറയണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് തരുൺ വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് തരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേദ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഗൗരിമോളുടെ പോയിട്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഗൗരിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും മോള് പരാതി പറയാറില്ല, സ്വയം പരിഹരിക്കുകയാണ് ചെയ്യുന്നത്, കുട്ടികളെയൊക്കെ തല്ലും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ളൊരു ടീച്ചർ ചോദിക്കുന്നുണ്ട്, അച്ഛനും ഇതുപോലെ ആയിരുന്നോ പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രത്തെക്കുറിച്ച് വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അടിയുണ്ടാക്കുന്നതും വേദയെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതും ചോദിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വേദ മോളെ ബോഡി ഗാർഡിനെ ഏൽപ്പിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഓഫീസർ വിളിച്ചിട്ട് വേദയെ വേഗം ഓഫീസിലെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ തരുണിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേദ പോകുന്നുണ്ട്. എനിക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് തരുൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നീ ഒരു സംരക്ഷണം മാത്രം കൊടുത്താൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ കയറി ഇടപെടാനോ ഒന്നും നിൽക്കരുത്, അത് നിൻ്റെ സ്വന്തം മകളല്ല,
അപ്പോൾ നീ അതിനനുസരിച്ച് നിന്നാൽ മതി, എപ്പോഴും ഒരു അകലം പാലിച്ചിട്ട് വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവൻ താടിയും എല്ലാം വടിച്ച് ക്ലീൻ ഷേവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഇങ്ങനെ ഒരു മാറ്റത്തിൽ വേണം പോകണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. പോലീസ് ഓഫീസർ വിക്രത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിൻ്റെ പേരോ നീ ഇത്രയും കാലം ജയിലിലായിരുന്നോ എന്നുള്ള കാര്യമൊന്നും നീ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ഒരു ജയിൽ പുള്ളിയാണ് എൻ്റെ മകളെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ അവിടെ നിർത്തില്ല. അപ്പോൾ നീ നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് നമുക്ക് വേദയുടെ കാര്യം ജയിലിൽ കിടന്ന കാര്യം എല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്ത് ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്. അങ്ങനെ ഗൗരിമോളുടെ അടുത്ത് എത്തിയതും ഗൗരിമോള് വിക്രത്തെ കണ്ട് പേടിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് ഓടുന്നുണ്ട്. അപ്പോഴേക്കും തരുൺ വന്നിട്ട് പറയുന്നുണ്ട്, അവൾ കാണുന്ന കാർട്ടൂണിലെ വില്ലനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മോള് ഓടിപ്പോയത്, കാര്യമാക്കണ്ട, ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മോള് ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട് വാട്ടർ ബലൂൺ എടുത്തിട്ട് മേലേക്ക് ഇങ്ങനെ ചീരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഴുന്ന പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോളല്ലേ, കുഴപ്പമില്ല, നമ്മൾക്കെല്ലാം ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തരുൺ വിക്രത്തിൻ്റെ അടുത്ത് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഷു എന്നാണ് എൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.